നമസ്തേ ശ്രീ ഗുരുവായൂരപ്പ കൃഷ്ണ. ആശ്രിതനാശ്രയമായ കണ്ണ, അഞ്ജലി കൂപ്പിയ അപേക്ഷയോടി ഭക്തൻ ചൊല്ലുന്നൊരു മോഹം മുരാരേ. മുന്നിൽ കാണിക്കയായി നൽകി ദുരിതത്തിൻ കര കാണാ കടലിൽ അലയുന്നു ഒരുപാടു ഭക്തർ കൃഷ്ണ. കര കയറാൻ വഴി തേടി അലയുന്ന ഭക്തർക്ക് ഒരു തുണയായി നീ എന്നുമുണ്ടായിടേണം. അവരുടെ ആധികൾ വ്യാധികൾ തീർത്തിടേണം കൃഷ്ണ. കാര്യസാധ്യങ്ങൾ വരുത്തിടേണം. ശ്രീ ഗുരുവായൂരപ്പ സ്തോത്രം. ശ്രീ വിഷ്ണു ഭഗവാന്റെ വിഗ്രഹം പൂജിച്ച് ധ്യാനത്തിലാണ്ടാഴ്ന്നു കൃഷ്ണനിരിക്കവേ. മുന്നിൽ തെളിയുന്ന വിഷ്ണുരൂപം കണ്ട് ഭക്തിയാൽ കൈകൂപ്പി അനുഗ്രഹം തേടുന്നു. മന്ദഹാസം പൊഴിക്കുന്ന മുഖഭാവേ, വൈകുണ്ഠനാഥനുണർത്തിച്ചൊരു കാര്യം. കൃഷ്ണ, നിന്നവതാര ലക്ഷ്യങ്ങൾ പൂർണ്ണമായി കൽപ്പാന്തകാലം ഗ്രസിക്കുന്നു ദ്വാരക. വിധിയെ തടയുന്നതുചിതമല്ല ദേവാ, പ്രകൃതി മാതാവിനെ തടയേണ്ടതില്ല നാം. കാനനത്തിൽ വെച്ചു ചരനെന്ന വേടനാൻ പഞ്ചഭൂതങ്ങളിൽ നാം ലയിക്കും. പക്ഷേ ഹൃദയം മുറിയുന്ന നോവായി മാറുന്നു എൻ ചേതനയായ ഈ അഞ്ജന വിഗ്രഹം. സാഗരം മൂടുന്ന ദ്വാരകയോടൊപ്പം മറയുമോ ദേവാ ഈ ചതുർബാഹു വിഗ്രഹം. കൃഷ്ണ, ദ്വാരക സാഗരം മേറുന്ന നേരത്ത് ഓളപ്പരപ്പിൽ കിടക്കുന്ന വിഗ്രഹം വായുഭഗവാന്റെ കാരുണ്യസ്പർശത്താൽ ശ്രീരുദ്രന്റെ തീർത്ഥക്കടവിലെത്തും. ആ ക്ഷണം വിഗ്രഹം വിട്ടൊഴിയുന്ന നാം അനന്തന്റെ കാട്ടിലേക്കാഗമിക്കും. നിൻ പ്രിയ ഭക്തന്റെ ആഗമനം വരെ ആരോരും അറിയാതെ ഞാൻ ശയിക്കും. വിഗ്രഹത്തെ കുറിച്ചറിയുന്ന ബൃഹസ്പതി രുദ്രതീർത്ഥക്കരയിൽ പ്രതിഷ്ഠയേകും. ആ നിമിഷം മുതൽ വിഗ്രഹചേതന ശ്രീകൃഷ്ണ ചൈതന്യമായി മാറും. ശ്രീവിഷ്ണുവചനം യാഥാർത്ഥ്യമായി അഞ്ജന വിഗ്രഹം പ്രതിഷ്ഠിതമായി ഭക്തർക്കു സൗഭാഗ്യ ദർശനമേകുവാൻ ശ്രീകൃഷ്ണ ചൈതന്യമാഗമിച്ചു. ചുറ്റിനും നോക്കുമ്പോൾ നേർമുന്നിൽ തെളിയുന്നു കാതങ്ങൾക്കകലെ ശ്രീവടക്കുന്നാഥൻ. താൻ നീണ്ടകാലം വാണദ്വാരകാദേശം കാണുന്നു സാഗരത്തിൻ്റെ ആഴങ്ങളിൽ. അപ്രമത്തം തീർന്ന് ശേഷിച്ച യാദവർ ആരണ്യകങ്ങൾ വസതിയാക്കി. ദേശത്ത് ധർമ്മം ക്ഷയിപ്പിച്ചവർക്കുള്ള ശിക്ഷാവിധി അല്പമേറിപ്പോയോ. ദക്ഷിണാദിക്കിലെ ആരണ്യകത്തിൽ അനന്തശായിയായി കാണുന്നു വൈകുണ്ഠനാഥനെ. ആരോരും അറിയാതെ ആരെയും ഓർക്കാതെ സുഷുപ്തിയിലാണ്ടു കിടക്കുന്നു മാധവൻ.
ഹസ്തിനാപുരിയിലെ രാജാധികാരിയായി പാർത്ഥന്റെ പുത്രന്റെ പൗത്രൻ ജനമേജയൻ. രാജാധിരാജന്റെ അസാന്നിധ്യം രാജ്യത്ത് നാഥനില്ലാത്തൊരു കളരി പോലെ. ഒരു ദിനം പൂജാതി കർമ്മങ്ങൾ നേദിച്ച് പൂജാരി പറയുന്ന കാര്യമെന്ത്? പരിഹാരമേകണേ ഔദാര്യ കോമള രാജാധിരാജന്റെ ചർമ്മരോഗത്തിന്. കൃഷ്ണനാമം ചൊല്ലി ദൂരെയായി നിൽക്കുന്നു രാജാധിരാജൻ ജനമേജയൻ. തക്ഷകശാപത്താൽ മാറാവ്യാധിയായി പരിഹാരം തേടി നമുക്കു മുന്നിൽ. കേട്ടറിവുണ്ടാവും രാജാധിരാജന് ആശ്രിതവത്സലനാണ് കൃഷ്ണൻ. അപേക്ഷയോട് ഉപേക്ഷ കാണിക്കാൻ ആവില്ല പാർത്ഥന്റെ സാരഥിക്ക്. ഒരു പക്ഷം നീളുന്ന ഭാഗവത സപ്താഹം പൂജാരിയോതൊന്നു പരിഹാരമാർഗമായി. ആ ക്ഷണം തൊട്ടു തുടങ്ങുന്നു കർമ്മങ്ങൾ. ഭേദമായി രാജന്റെ മാറാത്ത വ്യാധിയും. രാജന്റെ മുഖവും ശരീരവും പ്രൗഢമായി തീർന്നപ്പോൾ തെളിയുന്നു മുഖകാന്തി അഭിമന്യുവിൻ്റേതുപോൽ. ഹർഷോന്മാദത്താൽ ദണ്ഡനമസ്കാരം, പിന്നീട് വിഷ്ണു സഹസ്രനാമസ്തുതി. രാജാധിരാജന്റെ കീർത്തനം ശ്രവിച്ചപ്പോൾ ഒരു ക്ഷണം ഓർമ്മയിൽ വന്നതാര്? ഭീഷ്മപിതാമഹൻ, പാണ്ഡവർ, കൗരവർ ഗൃഹാതുരത്വത്താൽ മനസ്സ് വിങ്ങി. കുന്നോളം രത്നങ്ങൾ കാണിക്കയർപ്പിച്ച് മടങ്ങുന്ന രാജന്റെ വാക്കുകളിങ്ങനെ. ഇല്ല, മറഞ്ഞില്ല, കൃഷ്ണനുണ്ടെപ്പോഴും ഹസ്തിനാപുരിയുടെ രക്ഷകനായി. രാജന്റെ വിടവാങ്ങൽ സൃഷ്ടിച്ച ശൂന്യത ഭക്തരുടെ ഗീതാലാപനത്തിൽ മറക്കവേ കൃഷ്ണ കൃഷ്ണനാമം ഉരുവിട്ട് വന്നൊരു ഭക്തനിലേക്ക് മാറുന്നുവോ ശ്രദ്ധ. പാണ്ഡവപുത്രരെ ഉന്മൂലനം ചെയ്ത ഗർഭസ്ഥ ശിശുവിൽ ബ്രഹ്മാസ്ത്രമേത്. ശാപഗ്രസ്തനായി ധരണിയിൽ അലയുന്ന അശ്വത്ഥാമാവെന്ന ദ്രോണപുത്രൻ. ഒന്നും മൊഴിയാതൊരു ദണ്ഡനമസ്കാരം, പിന്നെ എഴുന്നേറ്റ് കൈകൂപ്പി വിതുമ്പുന്നു. കർമ്മിയുടെ ചോദ്യങ്ങൾക്കുത്തരമേകാതെ തിരിയുന്നു, പിന്നെ നടക്കുന്നു വേഗം. അശ്വത്ഥാമ, നാം അറിയുന്നു നിൻ ദുഃഖം. പക്ഷെ നീ ചെയ്ത പാപം പൊറുക്കില്ലൊരിക്കലും. അനുഭവിച്ചിടണം നീചകർമ്മഫലം. അലയുക നീ ഈ ധരണിയിൽ അനാഥന. ഭാഗവതാചാര്യൻ ശുകമഹർഷി ശിഷ്യരോടൊത്തുള്ള ആഗമനം. പിന്നെ ഒരു പക്ഷം നീളുന്ന ഭാഗവത കീർത്തനം. മനസ്സ് നിറയ്ക്കുന്നു ഭൂതകാല സ്മരണകൾ. തുടർന്നാഗമിക്കുന്നു ദുർവാസാവ്. കോപമേറെയുള്ള മഹർഷിയാണ്. മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും ശാപം തൻ കർമ്മി പോലും ഭയന്നൊളിച്ചുപോയി. പൂജാതി കർമ്മങ്ങൾ സ്വയമേവ ചെയ്ത് വന്ന വേഗത്തിൽ മടങ്ങുന്ന വര്യൻ. പോകുന്ന പോക്കിൽ സംപ്രീതനായി ചൊല്ലുന്നൊരു നാമം ശ്രീ ഗുരുവായൂരപ്പൻ. കേട്ടതും പൂജാരി കാതിലോതി, കേട്ടോളു കൃഷ്ണ നിൻ പുതിയ നാമം. ഭുവനത്തിലില്ലാത്തൊരു നാമമാണ് ശ്രീ ഗുരുവായൂരപ്പൻ എന്ന വിശിഷ്യനാമം.
പുതിയ നാമകരണം കഴിഞ്ഞുടനെ പ്രത്യക്ഷനാകുന്നു ബ്രഹ്മർഷി നാരദൻ. പ്രത്യക്ഷ ദർശനം നൽകി വേഗം ലോകത്തെ വാർത്തകൾ എല്ലാം ശ്രവിച്ചു. വർഷങ്ങളേറെ കടന്നുപോയി, രാജവംശങ്ങളും മാറിയേറെ. ചേരവംശത്തിലെ ചെങ്കുട്ടവൻ രാജാധിരാജനായി നാടുവാണു. ആദ്യം നിരീശ്വരവാദിയായി, പിന്നെ മഹാദേവ ഭക്തനായി. ക്ഷേത്രങ്ങൾ ഒരുപാടുയർന്നു മണ്ണിൽ, പക്ഷേ വിഷ്ണു ക്ഷേത്രങ്ങൾക്ക് അവഗണന. നാടുവാഴിപുത്രൻ ചേരലാതൻ രാജസമക്ഷം ഒരഭ്യർത്ഥന. രുദ്രനും വിഷ്ണുവും ഒന്നു തന്നെ, പാടില്ല പാടില്ല പക്ഷപാതം. അഭ്യർത്ഥന കേട്ട് നാടുവാഴി ശൈവ ചൈതന്യത്തിനൊപ്പം തന്നെ ഇഷ്ടപ്പെടാത്തൊരു പരിഗണന വിഷ്ണു സ്വരൂപനും നൽകി വന്നു. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരിം. കൃഷ്ണസ്തോത്രം മുരുവിട്ടാഗമിക്കുന്നു ജ്ഞാനവേന്ദ്രനാം ഭക്തൻ ശ്രീശങ്കരൻ. നിശ്ചയിക്കുന്നോരോ പൂജാതി കർമ്മങ്ങൾ പരമപുരുഷന്റെ മനമറിഞ്ഞ്. നിർമാല്യ ദർശനം തൊട്ടു തുടങ്ങുന്നു ഗുരുവായൂരപ്പന്റെ സുവർണദിനം. വിശ്വരൂപം കാട്ടുന്ന നിർമാല്യ ദർശനം ഏതു പാപങ്ങൾക്കും പരിഹാരമാണ്. തൈലാഭിഷേക സമയത്ത് കണ്ണൻ വ്യാധികൾ മാറ്റുന്ന ധന്വന്തരി ദേവൻ. വാഗച്ചാർ തണിയുന്ന കൃഷ്ണന്റെ ദർശനം ദുഃഖ ദുരിതങ്ങൾ തീർത്തിടുന്നു. ശംഖാഭിഷേകം നടക്കുമ്പോൾ കാർവർണ്ണൻ ഐശ്വര്യദായകനായി മാറും. ബാലഗോപാലലങ്കാര ദർശനം സന്താന ദുരിതങ്ങൾ മാറ്റിടുമ്പോൾ. പാലഭിഷേകം സമയത്തെ ദർശനം ശത്രുക്കളിൽ നിന്നും രക്ഷയേകും. ഉഷപ്പൂജ നേരത്തും എതിരേറ്റ് പൂജയിലും ആനന്ദമൂർത്തിയായി വിളങ്ങുന്നു കണ്ണൻ. നവകാഭിഷേക സമയത്ത് ശൗരി വനമാല കൃഷ്ണനായി മാറും. പന്തീരടി പൂജ ദർശനം നേടിയാൽ ശാന്തമാകും രൗദ്രമാനസവും. ഉച്ചപൂജാ സമയത്ത് ഭഗവാന് അലങ്കാരമാകുന്നു അവതാരഭാവങ്ങൾ. സന്ധ്യാപൂജയിൽ ശോഭിക്കും മുരാരി ഭക്തർക്ക് കീർത്തിപ്രദായകന. ദീപാലങ്കാര വേളയിൽ ദയാലു മോഹന സ്വരൂപനായി മാറും. അത്താഴ പൂജാ സമയത്ത് ഗോവിന്ദൻ ദാരിദ്ര്യശമനത്തിനനുഗ്രഹിക്കും. തൃപ്പുക സമയത്ത് ദേവാദിദേവൻ മോക്ഷപ്രദായകനായി മാറും. ഏറെ ദിനം നിന്ന് പൂജ പഠിപ്പിച്ച് മടങ്ങുന്നു ശ്രീരുദ്രാവതാരം. കൃഷ്ണനും വിഷ്ണുവും രുദ്രനും ബ്രഹ്മനും അദ്വൈതമാണെന്നറിയിച്ചേവരും. വെള്ളയില്ലം മനയിലെ ഉണ്ണിയായി പിറന്ന് വിൽവമംഗലം സ്വാമിയാരെന്ന നാമത്തിൽ ദേശദേശങ്ങളിൽ കീർത്തി നേടി കണ്ണനെ ദർശിക്കാനെത്തുന്നു ഭക്തൻ. പൂർവജന്മത്തിലെ ബന്ധത്തിൻ തീവ്രത പ്രത്യക്ഷ ദർശനം ഭക്തനീകി. വെണ്ണ കലമേന്തിയ കണ്ണന്റെ ദർശനം ഉടനടി ഭക്തന്റെ ദണ്ഡ നമസ്കാരം. എടുത്തുയർത്തുന്നു നെഞ്ചോടു ചേർക്കുന്നു കണ്ണനെ ലാളിച്ചോമനിക്കുന്ന ഭക്തനാ. സ്വാമിയുടെ ഏകാംഗ ഭാവങ്ങൾ ദർശിച്ച അമ്പരന്നു ചുറ്റും തൻ കർമ്മിയും ഭക്തരും. കൈപിടിച്ച് ശ്രീലകത്തേക്കാനയിക്കുമ്പോൾ ഏകനായ സ്വാമിയാരെ തടയുന്നു കർമ്മി.
ഭക്തരൊരുപാട് കൂടുന്നു, കയർക്കുന്നു, ഉന്തുന്നു, വലിക്കുന്നു, ഭ്രാന്തനെന്നലറുന്നു. കടന്നു വരൂ വിൽവമംഗലം. ശ്രീലകത്ത് നിന്നുയർന്ന ശബ്ദം ശ്രവിച്ച് ഞെട്ടിത്തരിക്കുന്നു കർമ്മിയും ഭക്തരും. അത്ഭുതപ്പെട്ടു മാറുന്നു പിടിവിട്ട്, പിന്നെ ഭവ്യമായി അഞ്ജലി കൂപ്പുന്നു കർമ്മി. താൻ കാണിച്ചതിക്രമം ഭഗവാന്റെ പ്രിയഭക്തൻ വിൽവമംഗലം സ്വാമിയോടെന്നറിഞ്ഞപ്പോൾ പശ്ചാത്തപിക്കുന്നു കർമ്മിയും ഭക്തരും. പിന്നെ ഭക്തിയോടെ ക്ഷണിക്കുന്നു ഭക്തനെ. കയ്യാൽ വാരിക്കൊടുക്കും നിവേദ്യം മായയായി പോകുന്നു സ്വീകരിക്കുന്ന പോൽ. പ്രത്യക്ഷ ദർശനം സ്വാമിയാർക്ക് മാത്രം. അത്ഭുതപ്പെട്ടൻ കർമ്മിയും ഭക്തരും. അത്ഭുത വാർത്ത കേട്ടാഗമിക്കുന്നു നാടുവാഴി ശ്രീ മാനവേദൻ രാജാ. പൂർവജന്മത്തിലെ സൗഹൃദം ഇരുവരെയും ആത്മസുഹൃത്തുക്കളാക്കുന്നു ആ ക്ഷണം. ഒരു ദിനം രാജാവ് സ്വാമിയോടാരാഞ്ഞു, നമുക്കും ലഭിക്കുമോ കണ്ണന്റെ ദർശനം? അപേക്ഷ കേട്ടപ്പോൾ ഉപേക്ഷ കാട്ടാതെ സ്വാമിയാൽ ചൊല്ലുന്നു തീർച്ചയായും രാജൻ. നമ്മെ സ്പർശിച്ചു നോക്കൂ രാജൻ. മൊഴി കേട്ടതും രാജൻ കയ്യേൽ പിടിക്കുന്നു. നോക്കുമ്പോൾ കാണുന്നു കാർവർണ്ണനെ മുന്നിൽ. പിന്നെ രാജൻ മറക്കുന്നു സർവചരാചരം. ഇന്ദ്രനീലം പോലെ വർണ്ണകാന്തി ശിരസിൽ മയിൽ പീലിധാരിയായി. നെറ്റിയിൽ ഗോപി കുറിയണിഞ്ഞ് അരയിലോ മഞ്ഞപ്പട്ടുടയാടയും. കണ്ഠത്തിൽ കൗസ്തുഭരത്നമാല. വലം കൈയിലോട് കുഴൽ പിടിച്ച് കണ്ണിന് കുളിരായി കണ്ണിൽ നിൽക്കുന്നു കോമളഗാത്രനാമുണ്ണിക്കണ്ണൻ. ജഗത്തിൽ ജഗന്നാഥൻ നിറഞ്ഞു നിൽക്കേ അഞ്ജലി കൂപ്പി വണങ്ങിടുന്നു രാജൻ. പിന്നെ കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ എന്നു ചൊല്ലിക്കൊണ്ടോടുന്നു മുന്നോട്ട്. കൗസ്തുഭരത്ന പ്രശോഭിതനായി മന്ദസ്മിതം തൂകി നിൽക്കുന്ന കണ്ണനെ കെട്ടിപ്പിടിക്കുവാൻ ശ്രമിക്കുന്ന രാജൻ. പെട്ടെന്നു മായയായി മാറുന്നു കൃഷ്ണൻ. ആ ക്ഷണം തിരുമുടിക്കെട്ടിലേ മയിൽ പീലി രാജന്റെ കൈ തട്ടി താഴെ പതിച്ചപ്പോൾ സമ്മോഹനത്താൽ ആമോദം ബാധിച്ച് മയിൽപീലിയെ നോക്കി ദണ്ഡ നമസ്കാരം. വൈകുണ്ഠനാഥന്റെ സ്പർശനത്താൽ നിറയുന്നു രാജന്റെ മനമാകെ കൃഷ്ണഗാഥ. രാജൻ രചിക്കുന്നു കൃഷ്ണഗീതി വൃത്താന്തമവലംബം കൃഷ്ണനാട്ടം കല. ഒരു ദിനം സ്വാമിയാർ പൂജയ്ക്കിരിക്കവേ കണ്ണന്റെ സാന്നിധ്യം കാണാതെ വിഷമിച്ചു. കർമ്മത്തിനവസാനം വേഗത്തിലെത്തുന്നു കരിമൂടിയ ദേഹത്താൽ അംബുജലോചനൻ. ഇതു കണ്ടദ്ഭുതം കൂറിയ സ്വാമിയാർ കാരണം തേടുന്നു ഗോപാലനോട്. തൻ്റെ വികൃതിക്ക് ശിക്ഷയായി ക്രൂരമ്മ കലത്തിലടച്ചതിനാലാണെന്നു ചൊല്ലുന്നു കേശവൻ. കുറൂരില്ലത്തമ്മയ്ക്ക് ഉണ്ണിയാം കണ്ണൻ
പ്രത്യക്ഷ സാന്നിധ്യമെന്നറിയുന്ന സ്വാമിയാർ കണ്ണനോടുടൻ ചൊല്ലുന്നു, നാം ഗമിക്കുന്നു പൂജയ്ക്കായി കുറൂരിലെത്തേക്ക് ക്ഷണം. വിശ്വമൂർത്തിയാം കണ്ണനെ നേരിട്ട് ദർശിക്കാൻ സിദ്ധിയുള്ളൊരു ഭക്തനാം സ്വാമിയാർ ഇല്ലത്തേക്കാഗമിക്കുന്നുവെന്നറിയുന്ന കുറൂരമ്മ ആദ്യമൊന്നമ്പരന്നു, പിന്നെ സന്തോഷിച്ചു. കുറൂരില്ലത്ത് വന്ന സ്വാമിയാർക്ക് പക്ഷേ കണ്ണന്റെ ദർശനം ലഭിച്ചതില്ല. എങ്കിലും പൂജയ്ക്കുള്ളൊരുക്കങ്ങളായി അമ്മയോടൊത്തുള്ള ഉണ്ണി സഹായിച്ച് പൂജയിൽ സ്വാമിയാർ അർപ്പിച്ച പുഷ്പങ്ങൾ വീണതോ വേലയ്ക്ക് നിൽക്കുന്ന ഉണ്ണിയുടെ കാൽക്കലും ഉണ്ണിക്കുടൻ നൽകി ദണ്ഡ നമസ്കാരം. പിന്നെ എഴുന്നേറ്റു വണങ്ങുന്നു കുറൂരമ്മയെ. അത്ഭുതപ്പെട്ടുകൊണ്ടമ്മ നിൽക്കുമ്പോൾ ഓതുന്നു സ്വാമിയാർ ശാന്തഭാവത്തിൽ, പൂർവജന്മത്തിലെ സുകൃതമാണമ്മയ്ക്ക് സേവകനായുള്ള ഭഗവത് സാന്നിധ്യം. ഏകാദശി ദിനം സ്വാമിയാർ നോക്കുമ്പോൾ കാണുന്നു ഭക്തർക്ക് കൃഷ്ണരൂപം മാത്രം. ക്ഷേത്ര പരിസരം വൈകുണ്ഠമായി മാറി. ശ്രീകോവിലിൽ അനന്തശായിയാം വൈകുണ്ഠനാഥനും. ഏതൊരു വ്യക്തിക്കും നൽകുന്ന സിദ്ധിക്ക് പിന്നിൽ വിശ്വാത്മാവിനൊരു ലക്ഷ്യമുണ്ടാകും. ദൈവിക ചൈതന്യം നേരിട്ട് ദർശിക്കും. സ്വാമിയാർക്കുമുണ്ടൊരു കാര്യസാധ്യം. ഒരു ദിനം പൂജാതി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വികൃതി കാണിക്കുന്ന കുസൃതിക്കണ്ണനെ കൈകൊണ്ട് തള്ളിയ സ്വാമിയാരെ നോക്കി ഹൃദയം പിളർക്കുന്ന കണ്ണന്റെ വാക്കുകൾ. ഇനി അനന്തൻ കാട്ടിൽ വെച്ചു മാത്രം ദർശനം. നിമിഷത്തിനുള്ളിൽ പറഞ്ഞു മറഞ്ഞപ്പോൾ ഹൃദയം നുറുങ്ങിപ്പോയി സ്വാമിയാർക്ക്. പ്രായശ്ചിത്തം ഏറെ ചെയ്തെങ്കിലും സ്വാമി അലിവൊന്നുമില്ലാതെ കണ്ണനുണ്ണി. അനന്തന്റെ കാട്ടിൽ സുഷുപ്തിയിൽ കഴിയുന്ന വൈകുണ്ഠനാഥന് ഉണരേണ്ട സമയമായി. അനന്തൻ കാടെവിടെയെന്നറിയാതെ വിഷമിച്ച സ്വാമിയാർക്ക് ദക്ഷിണം എന്നൊരു സംജ്ഞ നൽകി. സ്വാമിയാർ പോയപ്പോൾ നയനങ്ങൾ നിറഞ്ഞുവോ? ഇല്ല, വരുന്നൊരു ഭക്തനാം ഭട്ടതിരി. വാതരോഗം മൂലം ദേഹം തളർന്ന് തണ്ടിലേറി വന്ന ഭക്തനൊപ്പം ഇനി. പണ്ഡിത ശ്രേഷ്ഠനാം ഭട്ടതിരിപ്പാട് രോഗശാന്തിക്കായി ഭജനമിരിക്കവേ ഭഗവാനുമായുള്ള സംവാദരൂപേ നാരായണീയത്തിൻ്റെ രചനയാരംഭിച്ചു. വിഷ്ണുവിൻ്റെ അവതാരങ്ങളെ വാഴ്ത്തി പ്രകീർത്തിച്ച് 100 ദിനം കൊണ്ടെഴുതി സമർപ്പിച്ച കാവ്യം ഭഗവാന്റെ വേണു ഗോപാല സ്വരൂപ ദർശനം. ഒപ്പം
വാതരോഗത്തിൽ നിന്നുള്ള ഭേദവും. പണ്ഡിതശ്രേഷ്ഠനാം ഭക്തനോടൊപ്പം നിഷ്കാമ ഭക്തന്റെ ആഗമനം, പൂന്താന ഭക്തന്റെ സംരക്ഷണത്തിനായി പലവിധ അവതാര ലീലകളാടി കൃഷ്ണൻ. ഒരു ദിനം ചോരന്മാർക്കകപ്പെട്ട ഭക്തൻ കൃഷ്ണ കൃഷ്ണ എന്നു വിലപിച്ചു രക്ഷയ്ക്കായി. ആ ക്ഷണം രാജാധികാരിയായി വന്ന കൃഷ്ണൻ ഓടിച്ചു ശത്രുവെ, രക്ഷിച്ചു ഭക്തനെ. വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യവേ ഭക്തന്റെ തെറ്റിന് പരിഹാരമായി നാം മരപ്രഭുവും അമരപ്രഭുവും കൂടിയാണെന്ന ശരീരിയായി ഓതി കണ്ണൻ. പുത്രന്റെ അകാല വിയോഗത്തിലും ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ, ഉണ്ണികൾ പിന്നെ വീണമോ മക്കളായി എന്നു ചൊല്ലിയ ഭക്തനെ കൈവിടാനാകുമോ കണ്ണന്? മാതൃഭാഷയിലെ ഭഗവത്ഗീതയായ പൂന്താനമെഴുതിയ ജ്ഞാനപ്പാനകൃതി പവിത്ര മനസ്സുള്ള പ്രിയഭക്തൻ കണ്ണന് നൽകിയ ആത്മസമർപ്പണം. കണ്ണനെ കാണാത്ത കണ്ണന്റെ ഭക്തർ ക്ഷേത്രത്തിനപ്പുറം ഏറെയുണ്ട്. അതിലൊരാൾ കണ്ടുണ്ണി കാലിമേക്കുന്നവൻ, ക്ഷേത്രത്തിൽ കയറാൻ കഴിയാത്ത ഭക്തൻ. ഒരു ദിനം കണ്ടുണ്ണി വീട്ടിലിരിക്കവേ ഭഗവാനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചപേക്ഷിച്ചു. ക്ഷേത്രത്തിലെത്താൻ കഴിയാത്ത ഭക്തന് ദർശനം നൽകി അനുഗ്രഹിക്കൂ കൃഷ്ണ. പിറ്റേന്ന് ഗോക്കളെ മേയ്ക്കുന്ന നേരത്ത് തൻ സ്നേഹിതനോടവൻ വിഷമമോതി, എനിക്കെൻ്റെ ജീവനിൽ എൻ പ്രിയ കണ്ണനെ ക്ഷേത്രത്തിൽ ചെന്നൊന്ന് ദർശിക്കാനാകുമോ? കണ്ണനുണ്ടിവിടെയും ധ്യാനിച്ചാൽ മതിയാകും ദുഃഖ ദുരിതങ്ങൾ തീർന്നിടുവാൻ. ഓണം വരുന്നല്ലോ ഓണപ്പുടവയ്ക്ക്, കണ്ടുണ്ണി ഗോപാലനെ ഒന്ന് സ്മരിച്ചു നോക്കൂ. സ്നേഹിതൻ പോതിയ വാക്കുകൾ കേട്ടപ്പോൾ സന്ദേഹത്തോടെ മടങ്ങിയ കണ്ടുണ്ണി. ഓണത്തലേന്നവൻ ധ്യാനിച്ചു കണ്ണനെ, പൊന്നനുജത്തിക്കൊരു പൊന്നുടുപ്പ്. പ്രാർത്ഥിച്ചപേക്ഷിച്ച് കണ്ണു തുറന്നപ്പോൾ കാണുന്നു ഗോക്കളെ മേയ്ക്കുന്ന സ്നേഹിതൻ. അതിശയത്തോടവൻ ചോദ്യങ്ങൾക്കായവേ സ്നേഹിതൻ കയ്യിലേൽപ്പിച്ചൊരു പൊന്നുടുപ്പ്. സന്തോഷാധിക്യത്താൽ കണ്ണുനീർ മൂടിയ നയനങ്ങളിൽ കൂടി തെളിയുന്ന രൂപം കാർവർണ്ണന്റേതോ സ്നേഹിതന്റേതോ ശങ്ക മാറ്റാൻ കണ്ടുണ്ണി കണ്ണു തുളയ്ക്കുന്നു. കണ്ണനെ ദർശിച്ച് കണ്ടുണ്ണി സ്തംഭിച്ചു നിൽക്കവേ കണ്ണനോതുന്നു, ഭക്താ നാം അറിയുന്നു നിൻമോഹം. ഗോക്കളെ മേച്ച നിൻ സ്നേഹിതൻ നാമാണ്, ഭക്തന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കാനാകുമോ കണ്ണന്? കണ്ണനെന്നും മാല ചാർത്തുന്ന മഞ്ജുള ഒരു ദിനം എത്തുമ്പോൾ ക്ഷേത്രമടച്ചുപോയി.
ആൽത്തറ ചുവട്ടിലെ കല്ലിൽ മാല ചാർത്തി ഭക്ത. പിറ്റേന്നു നിർമാല്യ സമയം കാണുന്നു മാല കണ്ണന്റെ വിരിമാറിൽ. ഒരു ദിനം ആരോരുമില്ലാത്തൊരമ്മ രോഗശാന്തിക്കുള്ള പ്രത്യുപകാരമായി ഭക്തിപൂർവം സമർപ്പിച്ചു തൻ പൊന്മാല. പക്ഷേ വീടണയും മുൻപ് കാണുന്നു മാല കണ്ഠത്തിൽ. ഒരു ദിനം ക്ഷേത്രത്തിൽ ഒറ്റപ്പെട്ടൊരമ്മ കരയുന്നു. ആശ്വസിപ്പിക്കാനെത്തുന്നു കാർവർണ്ണനാമുണ്ണി. മകൻ വഴി തെറ്റിപ്പോയെന്നമ്മ കരുതുമ്പോൾ മകൻ അമ്മയെ ഉപേക്ഷിച്ചു പോയതാണെന്നറിയുന്നു കൃഷ്ണൻ. കൃഷ്ണ കൃഷ്ണ എന്നെപ്പോഴും ഉരുവിട്ട് ക്ഷേത്രത്തിൽ ഓടിക്കളിക്കുന്നൊരുണ്ണി. വിളി കേട്ട് എത്തുന്നു പൊന്നുണ്ണിയാം കണ്ണൻ. കുട്ടി കൂടെ കളിക്കുന്നു കണ്ണനെന്നറിയാതെ. ഇന്ദ്രന്റെ വാഹനം ഐരാവതം പോലെ കണ്ണനുണ്ടൊരു കേശവനെന്ന ഗജം. ഭക്തരോടും മേറെ സ്നേഹമുള്ള ഗജരാജൻ. കേശവന് മോക്ഷം ഏകാദശി ദിനം. ക്ഷേത്രത്തിൽ ഭക്തർക്ക് കിട്ടുന്നു ഭഗവാന്റെ ദർശനം പലവിധത്തിൽ. സഹായിയായി വന്ന് മാറിക്കഴിയുമ്പോൾ അറിയുന്നു ഭക്തർ എല്ലാം കണ്ണന്റെ മായകൾ. ഗുരുപവനപുരിയിലെ ഗുരുവായൂരപ്പ അനുഗ്രഹം തേടി തളർന്നു വരുന്നൊരു ഭക്തർക്ക് തണലായി വാഴുന്ന ഭഗവാനെ അഞ്ജലി കൂപ്പി വണങ്ങുന്നു ഞാൻ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ